നമസ്കാരം. ഫുട്ബോൾ പേരിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ നമ്മൾ നോക്കുവാണെങ്കിൽ മാഞ്ചസ്റ്റർ സിറ്റി ഈ സീസണിൽ ആർസണലിന്റെ ബിഗ്ഗസ്റ്റ് വെല്ലുവിളി ആരാണെന്ന് ചോദിച്ചാൽ അത് മാഞ്ചസ്റ്റർ സിറ്റി തന്നെയാണ് ടൈറ്റിലേക്ക്. നമുക്കറിയാം പെപ്പ് ഗോർഡിയോളയുടെ മാഞ്ചസ്റ്റർ സിറ്റി ഓരോ സീസണിലും ഇവോൾവ് ആയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. ആൻഡ് ലാസ്റ്റ് സീസണിൽ പുള്ളിയുടെ എക്സ്പെക്ടേഷൻസിന് താഴെ ആണ് ഒരു ടൈറ്റിൽ റേസിൽ ഇല്ലാതിരുന്ന ഒരു മാഞ്ചസ്റ്റർ സിറ്റി ഈ സീസൺ സ്റ്റാർട്ടിൽ ചെറുതായിട്ട് പതറി തുടങ്ങിയ മാഞ്ചസ്റ്റർ സിറ്റി പിന്നീട് നമ്മൾ നോക്കാനായിട്ടാണ് പെപ്പിനേക്കാൾ ഉപരി ഇപ്പം പെപ്പ് കളിക്കാത്ത സ്റ്റൈൽ ഓഫ് ഇപ്പോൾ പലരും പറയും പെപ്പ് അധികം സിറ്റ് ബാക്ക് ചെയ്ത് കണ്ടിട്ടില്ല, ഡിഫെൻസീവിൽ ഓവർ അപ്രോച്ച് എടുക്കുന്നു, അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു. സോ ഈ സംഭവത്തിനെല്ലാം ഇടയ്ക്ക് ആദ്യമ റിസൾട്ടുകൾ 1-0 2-1 റിസൾട്ടുകളൊക്കെ ഗ്രൈൻഡ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് പെപ്പ് ഗോർഡിയോളയുടെ പോസ്റ്റ് മാച്ച് ഇൻ്റർവ്യൂസിലൊക്കെ ആളോട് ചോദിക്കുമ്പോൾ ആൾ പറയുമായിരുന്നു, ഓക്കെ റിസൾട്ടുകൾ കിട്ടുന്നുണ്ട്, പക്ഷേ ഞങ്ങൾ ഇതിലും ബെറ്ററായിട്ട് വിത്ത് ദ ബോൾ കളിക്കണം, കൂടുതൽ കൺട്രോൾ വേണം. സോ ലാസ്റ്റ് ഫ്യൂ മാച്ചസ് ആയിട്ട് എസ്പെഷ്യലി നമ്മൾ നോക്കുവാണെങ്കിൽ റയാൻ ചെർക്കിയും ഡോക്കും ഫോർഡനും എല്ലാവരും കൂടെ ഇപ്പോൾ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ഒന്ന് ഫോമിലാവുന്നതിൻ്റെ ലക്ഷണങ്ങളൊക്കെ കാണുന്ന ഈ ഒരു സിനാരിയോയിൽ നമ്മൾ ലാസ്റ്റ് കുറേ മാച്ചുകളായിട്ട് കാണുന്ന ഒരു സിനാരിയോ എന്താണ്, പെപ്പ് ഗോർഡിയോളയുടെ ഇൻഫ്ലുവൻസ് നമ്മൾ ഈ ടീമിൽ കാണുന്നുണ്ട്. ഇപ്പോൾ സീസൺ സ്റ്റാർട്ടിൽ നമ്മൾ പലരും പെപ്പ് ബ്ലൈൻഡേഴ്സും കോളോട്ടൂറുടെ ഇൻഫ്ലുവൻസ് കാണാനുണ്ടല്ലോ, അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഓൾറെഡി അനാലിസിസ് ഒക്കെ നടത്തിയതായിരുന്നു. പക്ഷേ ഇപ്പം നമ്മൾ കാണുന്നത് തന്നെയാണ് പെപ്പ് ഗോർഡിയോളയുടെ കൂടുതൽ ഇൻഫ്ലുവൻസ് ഓരോ മാച്ച് കഴിയുന്ന ഒരു ടീമിൽ വരുന്നുണ്ട്. ആൻഡ് മാഞ്ചസ്റ്റർ സിറ്റി ആർ സോ ഫൺ ടു വാച്ച്. അത് എടുത്തു പറയേണ്ടതാണ്. ഇപ്പം മാൻ സിറ്റിയുടെ ഗെയിമുകൾ കാണുക വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ്. ദേ ആർ ക്രിയേറ്റിംഗ് ചാൻസസ്. ആൻഡ് നിങ്ങൾ നോക്കുവാണെങ്കിൽ വൈഡ് ഏരിയ യൂട്ടിലൈസേഷൻ്റെ കാര്യത്തിൽ 38% അവർ ലെഫ്റ്റ് ഹാൻഡ് സൈഡും 37% അവർ റൈറ്റ് ഹാൻഡ് സൈഡ് യൂട്ടിലൈസ് ചെയ്യാറുണ്ട്. പെപ്പ് ഗോർഡിയോളയുടെ ടീം എപ്പോഴും വൈഡ് ഏരിയാസ് യൂട്ടിലൈസ് ചെയ്യാറായിട്ടുണ്ട്. പക്ഷേ ഈ സീസണിൽ അവരെ കൂടുതൽ ഡേഞ്ചറസ് ആക്കുന്നത് അവരുടെ ഹാഫ് സ്പേസസിലുള്ള യൂട്ടിലൈസേഷൻ തന്നെയാണ്. കട്ട് ബാക്സിലൂടെ 5.4 XG നിന്ന് അവർ സ്കോർ ചെയ്തത് 7ഓളം ഗോൾസാണ്. ഏറ്റവും കൂടുതൽ കട്ട് ബാക്സിലൂടെ ഗോളുകൾ സ്കോർ ചെയ്ത ഒരു ടീമാണ്. ഏറ്റവും കൂടുതൽ കട്ട് ബാക്സിലൂടെ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ടീമാണ്. ഏറ്റവും കൂടുതൽ കട്ട് ബാക്സുകൾ ഇടുന്ന ഒരു സൈഡുമാണ്. വിച്ച് മീൻസ് അവർ ഏറ്റവും കൂടുതൽ ഹാഫ് സ്പേസസ് യൂട്ടിലൈസ് ചെയ്യുന്ന ഒരു ടീമോടാണെന്നുള്ളതാണ്. സോ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ഫിൽ ഫോർഡനും റയാൻ ചെർക്കിയും ഡോക്കും നിക്കോ റേലിയും മത്തേസ് ന്യൂനസും ഇവരെ വെച്ചുള്ള യൂട്ടിലൈസേഷൻ സ്റ്റോപ്പ് നോച്ച്. എസ്പെഷ്യലി ഫോർഡനെയും ചെർക്കിനെയും ഹാഫ് സ്പേസസ് യൂട്ടിലൈസ് ചെയ്ത് എക്സ്പ്ലോയിറ്റ് ചെയ്യുക. ലാസ്റ്റ് മാച്ചിൽ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ഡോക്കു അവൈലബിൾ ആയിരുന്നു. സോ റൈൻഡേഴ്സ് വന്നു. സോ എങ്ങനെ ചെർക്കിയോടൊപ്പം റൈൻഡേഴ്സ് കമ്പൈൻ ചെയ്ത് ഹാഫ് സ്പേസുകൾ എക്സ്പ്ലോയിറ്റ് ചെയ്തു എന്നുള്ളതിൻ്റെ ഒരു വേരിയേഷൻ നമ്മൾ വെസ്റ്റ് ഹാം മാച്ചിൽ അതിന് മുമ്പത്തെ മാച്ചുകളിലും കണ്ടു. സോ റൈൻഡേഴ്സ് ഇപ്പോൾ ഡോക്കു ഇല്ലാത്തപ്പോൾ അതൊരു ബിഗ് മിസ് തന്നെയാണ് വിത്തൗട്ട് ഡൗട്ട്. ബട്ട് വിത്ത് റൈൻഡേഴ്സ് കമ്മിങ് ഓൺ വേറൊരു ഡയമെൻഷൻ, എസ്പെഷ്യലി ഹാഫ് സ്പേസിൽ കൂടുതൽ ത്രെട്ട് അവർ ക്രിയേറ്റ് ചെയ്തു ലാസ്റ്റ് വെസ്റ്റ് ഹാം മാച്ചിലൊക്കെ നമ്മൾ കണ്ടു. സോ എങ്ങനെയാണ് പെപ്പ് ഗോർഡിയോള ടാക്ടിക്കലി ഇവോൾവ് ചെയ്യുന്നത്? നമ്മൾ ഓൾറെഡി ഡോക്കുവിനെ വെച്ചും മറ്റുമൊക്കെ ചെയ്യുന്ന സംഭവത്തിൻ്റെ അനാലിസിസ് നമ്മൾ നടത്തിയിട്ടുണ്ട്. നമ്മുടെ ചാനലൊന്ന് ചെക്ക് ചെയ്യുകയാണെങ്കിൽ ടാക്ടിക്കൽ അനാലിസിസ് കിട്ടും. ഡോർക്കും അതുപോലെ തന്നെ നിക്കോറേലിയും ഉപയോഗിച്ച് പിച്ച് സ്ട്രെച്ച് ചെയ്യുന്നതും ഇൻവേർട്ട് ചെയ്യുന്നതും അപ്പുറത്തെ സൈഡിൽ മത്തേഴ്സിനെ യൂസ് ചെയ്യുന്നതല്ല. പക്ഷേ നമ്മൾ ലാസ്റ്റ് 2 മാച്ചുകൾ എസ്പെഷ്യലി വെസ്റ്റ് ഹാം മാച്ചിൽ കണ്ട 1-2 വേരിയേഷൻസും റീസെൻ്റ്ലി ആൾ യൂസ് ചെയ്യുന്ന ടാക്ടിക്സിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് പറഞ്ഞു വിടാനായിട്ടാണ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നത് ഉദ്ദേശിക്കുന്ന ഈ വീഡിയോയിലൂടെ. സോ ഫസ്റ്റ് തന്നെ നിങ്ങൾ നോക്കുവാണെങ്കിൽ നമുക്കറിയാം മാഞ്ചസ്റ്റർ സിറ്റി അവർ ഫുൾ ബാക്സിനെ സ്ട്രെച്ച് ചെയ്യും. അത്യാവശ്യം സാറിന് നിക്കോറേലിയാണ് സ്ട്രെച്ച് ചെയ്യും. പക്ഷെ ഫിൽ ഫോർഡനെയും റയാൻ ചെർക്കിനെയും എസ്പെഷ്യലി ഫിൽ ഫോർഡനെ അവർക്ക് ആ ഹാഫ് സ്പേസുകൾ വേണം. റയാൻ ചെർക്കിനെയും ആ ഹാഫ് സ്പേസ് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് അവർ നോക്കും. പക്ഷേ റയാൻ ചെർക്കി പലപ്പോഴും നമ്മൾ നോക്കുവാണെങ്കിൽ പിച്ച് സ്ട്രെച്ച് ചെയ്ത് വൈഡ് നിൽക്കുന്നത് മത്തേഴ്സിനെ തേർഡ് CB അറ്റാക്ക് ചെയ്യുന്ന സിനാരിയോസും നമ്മൾ കാണാറായിട്ടുണ്ട് ആ ബിൽഡപ്പ് ഫേസിനും മറ്റുമൊക്കെ. പക്ഷേ നമ്മൾ മെയിൻലി കാണുന്ന ഒരു സംഭവം എന്താണ്, പിച്ച് സ്ട്രെച്ച് ചെയ്യുക, ഫിൽ ഫോർഡനെ മറ്റുമൊക്കെ ഹാഫ് സ്പേസസിൽ യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളൊരു സിനാരിയോ തന്നെ നമ്മൾ എപ്പോഴും കാണുന്നൊരു സിറ്റുവേഷനാണ്. റയാൻ ചെർക്കിനെ അവിടെ എല്ലാം യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കും. സോ ലാസ്റ്റ് വെസ്റ്റ് ഹാം മാച്ചിൽ കണ്ട ഒരു സിനാരിയോ നിങ്ങൾക്ക് ഇപ്പം കാണാം. സോ ഇവിടെ നിങ്ങൾക്ക് കാണാം ആ ഒരു ബോള് നിക്കോ ഗോൺസാലസിൻ്റെ കാലിലോട്ട് വരികയാണ്. സോ അവിടെ ആദ്യമേ ഗോർഡിയോൾ ബോളുമായിട്ട് പ്രോഗ്രസ് ചെയ്യണം, ഗോർഡിയോൾ ബോളിലോട്ട് വരുവാണ്. സോ ഇവിടെ നിക്കോ റെയിലി പൊസിഷൻ ചെയ്ത് നോക്കുക. ഓക്കെ, നിക്കോ റെയിലിക്കും ഇൻവേർട്ട് ചെയ്ത് കയറാം. ഫോർഡൻ ഇപ്പം പിച്ച് സ്ട്രെച്ച് ചെയ്ത് വൈഡിൽ നിൽക്കുകയാണ്. ഓക്കെ, പക്ഷേ ഫോർഡനെ ഇവിടെ ഹാഫ് സ്പേസിൽ ഏറ്റവും ഡേഞ്ചറസ് ആരാണ്? ഫോർഡനാണ്. നിക്കോറേലിയും ഡേഞ്ചറസ് ആണ്, ബട്ട് മോർ ഡേഞ്ചറസ് ആരാണ്? ഫോർഡനാണ്. സോ ഇവിടെ ഫോർഡൻ്റെ കാലിലോട്ട് ബോൾ കിട്ടി. അപ്പോഴേക്കും ഫോർഡൻ വൈഡ് ഏരിയ നിൽക്കുകയാണ്, നിക്കോറേലി അവിടെ നിൽക്കുന്നതാണ്. സോ ബാക്കിലോട്ട് തിരിച്ച് ബാക്ക് പാസ് ചെയ്യുന്ന ഒരു സിനാരി നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ കാണാം. സോ ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫോർഡൻ ഈ ഒരു സ്പേസിലോട്ട് വരണം, ഫോർഡൻ ഇങ്ങോട്ടേക്ക് റണ്ണ് നടത്തണം. ഈ ഒരു സ്പേസ് ഇവിടെ ഒരു ചെറിയ സ്പേസ് ക്രിയേറ്റഡ് ആവുന്നതാണ്. നിക്കോറേലി നോസ് ഫോർഡൻ ഈ ഒരു ഡേഞ്ചർ സിറ്റുവേഷനിലോട്ട് വരണം. ഇങ്ങോട്ടേക്ക് ഫോർഡൻ വന്നാൽ ഹി വിൽ ക്രിയേറ്റ് ചാൻസസ്. ഒരു മൈന്യൂട്ട് സ്പേസ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഇവിടെ അവരുടെ ആ ഡിഫൻഡറിൻ്റെ ഫോക്കസ് നിക്കോറേലിയിലാണ്. ഓക്കെ, അവിടെ ഫോർഡൻ റണ്ണ് നടത്തുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ കാണാം. സോ നിക്കോ ഗോൺസാലസ് അന്നത് നിക്കോ ഗോൺസാലസിൻ്റെ കാലിലോട്ട് ബോൾ കിട്ടി. നിക്കോറേലി നമുക്ക് കാണാൻ ഡ്രോപ്പ് ചെയ്യുന്നു, അവിടെ ആ ഡിഫൻഡറിനെ ഡ്രാഗ് ചെയ്യുന്നു.
ഇവിടെ കൺഫ്യൂസ്ഡ് ആണ്. ഇവിടെ നിക്കോ ഗോൺസാലസിൽ ആ ഒരു പ്രസ് ബീറ്റ് ചെയ്യുമ്പോൾ ഓൾറെഡി ഫോർഡനെ ട്രാക്ക് ചെയ്യേണ്ട ഇവരുടെ ആ പ്ലെയർ നിക്കോ ഗോൺസാലസിലോട്ട് പ്രസ് ചെയ്യണം, ഫോർഡൻ റൺ ട്രാക്ക് ചെയ്യണം. ഇവിടെ ഒരു രണ്ട് ഒക്കെ പ്രസ് ബീറ്റ് ചെയ്യാനായിട്ട് അബിലിറ്റി ഉള്ള പ്ലെയേഴ്സും ഇവിടെ ഒരു ഹ്യൂജ് ബൂസ്റ്റർ. സോ ഇവിടെ നമുക്ക് കാണാം ഫോർഡൻ ആ സ്പേസിലോട്ട് റണ്ണ് നടത്തുന്നു. ബെർണാഡോ സിൽവ ഇവിടെ ഈ ഒരു ഡിഫൻഡറിനെ എൻഗേജ് ചെയ്യുന്നുണ്ട്. ഇവിടെ മറ്റൊരു ഡിഫൻഡറിനെ ട്രാക്ക് ചെയ്യുകയാണ് ആര്, നിക്കോ റെയ്ലി ആ ഒരു ഹാഫ് സ്പേസിൽ നിന്ന് മൂവ്മെൻറ്റ് നടത്തുവാണ്. സോ ഫോർഡൻ ഈ ഒരു സ്പേസ് ഓപ്പൺ ആവുകയാണ്. നിക്കോ ഗോൺസാലസ് പ്രസ് ബീറ്റ് ചെയ്തതാണ് ഇവിടെ ഏറ്റവും കൂടുതൽ അഡ്വാൻറ്റേജ്. അത് ഫോർഡനിലോട്ട് ജമ്പ് ചെയ്യേണ്ട പ്ലെയറിന് നിക്കോ ഗോൺസാലസിലോട്ട് ജമ്പ് ചെയ്യേണ്ട ഒരു സിനാരിയോ. സോ ഇവിടെ ആ ഫോർഡൻ ആ ഹാഫ് സ്പേസിൽ ആ ചെറിയൊരു മൈന്യൂട്ട് സ്പേസ് കാണുന്നു, അങ്ങോട്ടേക്ക് റണ്ണ് അവർ നടത്തുന്നു. സോ ഇവിടെ ഡിഫൻഡേഴ്സ് എല്ലാം കോട്ടാണ്. സോ ക്ലിയർലി ആ ഒരു പാസ് കാണുന്നു. നിക്കോ റെയ്ലിയുടെ ആ മൂവ്മെൻറ്റ് സോ ആയിട്ടില്ല ആ ഒരു ഡിഫൻഡർ ട്രാക്ക് ചെയ്യുന്ന കാര്യത്തിൽ. സോ അവിടെ ഫോർഡനിലോട്ട് ആ ഒരു പാസ് ചെല്ലുകയാണ് ആ ഹാഫ് സ്പേസിൽ. ഇപ്പോഴും ഡിഫൻഡേഴ്സ് ക്ലോസ് ഡൗൺ ചെയ്യുന്നുണ്ട്, പക്ഷേ ആ മൈന്യൂട്ട് 2 or 3 സെക്കൻഡ് അഡ്വാൻറ്റേജ് അവരെ ക്രിയേറ്റ് ചെയ്തു. ആ ഒരു സ്പേസ് മതി. അവിടെയൊക്കെയാണ് ഫോർഡൻ പോലത്തെ ടെക്നിക്കൽ പ്ലേയേഴ്സിൻ്റെ ബ്രില്യൻസ് നമുക്ക് കാണുന്നത്. ആൻഡ് ഹാളൻഡ് ബോക്സ് നിൽക്കുകയാണ്, ഹാളൻഡോട് കറക്റ്റ് ആൾ കട്ട് ചെയ്യുവാണ്. ആൻഡ് ഹാളൻ്റെ ഷോട്ട് ഗോൾ കീപ്പർ സേവ് ചെയ്യുകയാണ്. സോ ഈ ഒരു കേസിൽ ഈ സേവ് ചെയ്തിട്ട് റീബൗണ്ട് സ്കോർ ചെയ്യുന്നുണ്ട്. അതിനേക്കാൾ മുമ്പ് ഈ ഒരു കട്ട് ബാക്ക് വരുന്ന ഈ ഒരു സിനാരിയോയിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം റയാൻ ചെർക്കി ഫ്രീ ആണ് റൈറ്റിൽ. ഇവിടെ ഒരു ഓവർലോഡ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ക്രിയേറ്റ് ചെയ്ത് റയാൻ ചെർക്കിനെ നമുക്ക് ഇവിടെ കാണാം ലെഫ്റ്റിൽ റൈറ്റിൽ ഫ്രീ ആയിട്ട് നിൽക്കുന്ന സ്വിച്ചസും മറ്റുമൊക്കെ വരാനായിട്ട്. സോ അത് ഞാൻ അടുത്ത എക്സാമ്പിളിൽ കാണിക്കാം. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് കാണാം കട്ട് ബാക്ക് വരികയാണ്, ഹാളൻ്റെ ഷോട്ട് ബ്ലോക്ക് ചെയ്യുന്നു, റീബൗണ്ട് നേരെ ഹാളൻ്റെ കാലിലോട്ട് കിട്ടുന്നു, ആര് കൺവേർട്ട് ചെയ്യാറ്. സോ ഇതാണ് പറയുന്നത് കട്ട് ബാക്കിലൂടെ ഹാഫ് സ്പേസുകൾ എക്സ്പ്ലോയിറ്റ് ചെയ്ത് മാഞ്ചസ്റ്റർ സിറ്റി ഗോൾസ് സ്കോർ ചെയ്യുന്ന സിനാരിയോ. ഈ ഒരു ഫസ്റ്റ് ഗോൾ കഴിഞ്ഞ വെസ്റ്റ് അഗേൻസ്റ്റ് സ്കോർ ചെയ്ത പോലെ ധാരാളം സിറ്റുവേഷൻസ് അവരെല്ലാ മാച്ചിലും അഗേൻസ്റ്റ് ടോപ്പ് ടീംസ് വരെ ക്രിയേറ്റ് ചെയ്യാറുണ്ട്. പക്ഷേ അഗേൻസ്റ്റ് ലോവർ ടീംസ്, അതായത് സിറ്റിയെക്കാളും വളരെ ഇൻഫീരിയർ ആയ ടീംസിന് അഗേൻസ്റ്റ് ഡോമിനേറ്റ് ആ ഒരു റോൾ അവർ ഡോമിനേറ്റ് ചെയ്യും. ഒപ്പോണൻ്റ് എത്ര പ്ലേയേഴ്സിനെ ബാക്കിൽ സിറ്റ് ബാക്ക് ചെയ്യുന്നുണ്ട്, ക്രൗഡഡ് ആക്കുന്നുണ്ട് പെനൽറ്റി ഏരിയ എന്ന് പറഞ്ഞാലും സിറ്റി പെനട്രേറ്റ് ചെയ്യും, സ്പേസുകൾ ക്രിയേറ്റ് ചെയ്യും ഇങ്ങനത്തെ മൂവ്മെൻറ്റ്സിലൂടെ. കാരണം ആ ഒരു മൂവ്മെൻറ്റ് കാരണം നിക്കോ ഗോൺസാലസ് അവിടെ ഫസ്റ്റ് പ്രസ് നിക്കോ റെയ്ലി ആ മൂവ്മെൻറ്റ് നടത്തി ഡിഫൻഡറിനെ ട്രാക്ക് ചെയ്യുമ്പോൾ നിക്കോ ഗോൺസാലസ് ആ പ്രസ് ബീറ്റ് ചെയ്യാൻ അബിലിറ്റി ഉള്ളതുകൊണ്ടാണ് ഫോർഡൻ ആ ഒരു സ്പേസ് അവിടെ ഓപ്പൺ ആവും. ഫോർഡനിൽ നിൽക്കേണ്ട പ്ലെയർ നിക്കോയിലോട്ട് ജമ്പ് ചെയ്യേണ്ടി വരുന്നു, നിക്കോ റെയ്ലിയുടെ മൂവ്മെൻറ്റിൽ അവിടെ സ്പേസ് ക്രിയേറ്റഡ് ആവുന്നു. സോ ഇറ്റ്സ് പ്രസ് റെസിസ്റ്റൻ്റ് ആയ ഇപ്പം നിക്കോ റെയ്ലി, നിക്കോ ഗോൺസാലസ് ആ ഒരു സിറ്റുവേഷൻ അവിടെ ഇൻവോൾവ് ആയ പ്ലേയേഴ്സ് നോക്കുക. ബെർണാഡോ സിൽവ ആണെങ്കിലും അവിടെ ഡിഫൻഡറെ ഒരു പ്ലെയറിനെ ട്രാക്ക് ചെയ്ത് നിർത്തുന്നത് ഫോർഡനാണ്. ഇവരെല്ലാവരും പ്രസ് ബീറ്റ് ചെയ്യാൻ അബിലിറ്റി ഉള്ള പ്ലേയേഴ്സാണ്. സോ അതും ഈ ഒരു ടൈറ്റ് സ്പേസസിലൂടെ ഇല്ലാത്ത സ്പേസ് ക്രിയേറ്റ് ചെയ്യുന്നതിൽ, അതായത് ആർട്ടിഫിഷ്യലി സ്പേസ് ക്രിയേറ്റ് ചെയ്യുന്നതിൽ ദേ ആർ ശരിക്കും ആർട്ടിഫിഷ്യലി എന്ന് പറയുന്ന ടൈം ചെയ്യുന്നത് ശരിയല്ല, വിത്ത് ദെയർ സ്കിൽ, വിത്ത് ദെയർ സിസ്റ്റം, വിത്ത് ദെയർ മൂവ്മെൻറ്റിലുള്ള ഫ്രീഡം, ഇതിലൂടെ എല്ലാം അവർ ആ സ്പേസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. സോ ഈ ടീമിൽ നമ്മൾ നോക്കുവാണെങ്കിൽ പെപ്പ് ഗോർഡിയോള ഇപ്പം പൊസിഷണൽ ഫ്രീഡം കൊടുക്കുന്നുണ്ട്, മൂവ്മെൻറ്റ് നടത്താനായിട്ടുള്ള ഫ്രീഡം എല്ലാ പ്ലേയേഴ്സിനും കൊടുക്കുന്നുണ്ട്. എസ്പെഷ്യലി റയാൻ ചെർക്കിയും ഫിൽ ഫോർഡനും, ഈ രണ്ട് പ്ലേയേഴ്സും, ഫിൽ ഫോർഡൻ എസ്പെഷ്യലി ഓൺ ദ ലെഫ്റ്റ്, റയാൻ ചെർക്കി റൈറ്റിലും, റയാൻ ചെർക്കി ഇടയ്ക്ക് ലെഫ്റ്റിലോട്ട് വരുന്ന സിനാരി നമുക്ക് കാണാം. സോ ഇവർക്ക് രണ്ടുപേർക്കും ഫ്രീഡം കൊടുക്കുന്നുണ്ട്. ദർ ഇസ് എ സ്ട്രക്ചർ. ഈ ടീമിലൊരു പ്രോപ്പർ സ്ട്രക്ചർ ഉണ്ട്, ഹാഫ് സ്പേസിലൂടെയുള്ള മൂവ്മെൻറ്റ് കാര്യത്തിലും മറ്റും എല്ലാം പ്രോപ്പർ സ്ട്രക്ചർ ഈ ടീമിലുണ്ട്. പക്ഷേ പൊസിഷണൽ ഫ്രീഡം എസ്പെഷ്യലി ഫോർഡനും അതുപോലെ തന്നെ റയാൻ ചെർക്കിക്കും ഈ ടീമിൽ കൊടുക്കുന്നുണ്ടോ എന്നത് വലിയൊരു ഫാക്ടറാണ്. കൂടാതെ ഞാൻ ലാസ്റ്റ് വീഡിയോയിലൊക്കെ പറഞ്ഞ പോലെ എർലിംഗ് ഹാളൻഡിന് ഓവറോൾ ഗെയിം പ്ലേയിങ് അബിലിറ്റി ഉണ്ടല്ലോ. മെയിൻലി ആൾ ഡ്രോപ്പ് ചെയ്ത് ഗെയിമിൽ ഇൻവോൾവ് ചെയ്യുന്ന രീതി, ഫോർഡനും റയാൻ ചെർക്കിക്കും സ്പേസസ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്ന രീതി, അതും ടോപ്പ് നോച്ചാണ്. ഈ പ്രാവശ്യം ഹാളനെ കൂടുതൽ ഡേഞ്ചറസ് ആക്കുന്നത് എന്നാന്ന് വെച്ചാൽ നേരത്തെ ഡ്രോപ്പ് ചെയ്തിട്ട് ഹാളൻ്റെ ഒരു മിഡ്ഫീൽഡിലോട്ട് ബാക്ക് പാസ് ചെയ്തിട്ട് റൺ നടത്തുന്ന സിനാരിയോയിൽ വാട്ട് ഹാളൻഡ് ഈസ് ഡൂയിങ് ഈസ് ഇപ്പം ബോൾ കിട്ടിയാൽ ഹി ക്യാൻ ടേൺ. പുള്ളിക്ക് ആ സ്പ്ലിറ്റ് സെക്കൻഡിൽ തന്നെ നമ്മൾ സുവാറസും ഹാരി കെയിനും ഒക്കെ ചെയ്യുന്ന കാണുന്ന പോലെ ആൾ ടേൺ ചെയ്യും. ആൾ ഇപ്പം ഫേസിങ് ഓൺ ഗോൾ കീപ്പർ, ആൾ ഡ്രോപ്പ് ചെയ്യുന്ന മിഡ്ഫീൽഡിലോട്ട് ഡ്രോപ്പ് ചെയ്യുന്നു, ബോൾ റിസീവ് ചെയ്യുന്നു, തിരിച്ചൊരു മിഡ്ഫീൽഡിലോട്ട് പാസ് ചെയ്തിട്ട് ലെച്ച് ആൾ റൺ നടത്തുമ്പോൾ 2 or 3 seconds എക്സ്ട്രാ വേണം. ആ ഒരു സിറ്റുവേഷനിൽ ആൾ ബോളുമായിട്ട് തന്നെ ടേൺ ചെയ്യണം. ഓൾറെഡി ആളെ പ്രസ് ചെയ്യാൻ വരുന്ന ഡിഫൻഡറിനെ ആൾ ബീറ്റ് ചെയ്യും. ഫോർഡനും റയാൻ ചെർക്കിയും അല്ലെ റൈൻഡേഴ്സ് ഡോക്കും ഒക്കെയുള്ള അവരെ ഹാഫ് സ്പേസസിലൂടെ റൺ നടത്തുമ്പോൾ അവിടെ ന്യൂമറിക്കൽ സുപ്പീരിയോറിറ്റി ക്രിയേറ്റ് ചെയ്യേണ്ട സാധിക്കും. കാരണം ഹാളൻഡ് ഈസ് ഓൾറെഡി ബീറ്റിംഗ് ദ ഡിഫൻഡർ, ഓൾറെഡി 2 seconds സേവായി. ആ ഒരു ബാക്കിലോട്ട് പാസ് കൊടുത്തിട്ട് റൺ നടത്തുന്ന പാസ് റിസീവ് ചെയ്യുന്ന 2-3 seconds സേവായി. സോ ഈ ഫുട്ബോളിൽ നമുക്കറിയാം റീസെൻ്റ്ലി 2-3 secondsൻ്റെ ഇമ്പോർട്ടൻസ് എന്ത് മാത്രമാണ്. സോ ഹാളൻഡിൻ്റെ ആ ഒരു ഗെയിമിലുള്ള അബിലിറ്റി മാസീവ് തിങ്ങാണ്. പിന്നെ നമ്മൾ പറഞ്ഞു റയാൻ ചെർക്കിയുടെ യൂട്ടിലൈസേഷൻ്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ ഉള്ള സിനാരി. സോ സിറ്റിയുടെ മറ്റൊരു സംഭവം എന്താണ്, അവർ ഫുൾ ബാക്സിനെ വെച്ച് സ്ട്രെച്ച് ചെയ്യും. പലപ്പോഴും നമ്മൾ കാണാറുണ്ട് മത്തേഴ്സ് യൂണിസ് ചിലപ്പോൾ ഒരു തേർഡ് CB ആയിട്ടോ അല്ലെങ്കിൽ തേർഡ് മാനായിട്ട് ആക്ട് ചെയ്തിട്ട് റയാൻ ചെർക്കിനെ അവർ പലപ്പോഴും റൈറ്റിൽ ഐസൊലേറ്റ് ചെയ്യാൻ ശ്രമിക്കും, അവർ സ്വിച്ച് വരാറുണ്ട്. അല്ലെങ്കിൽ എപ്പോഴും കാണുന്ന എന്താണ്, മത്തേഴ്സ് യൂണിസ് പിച്ച് സ്ട്രെച്ച് ചെയ്യും, നിക്കോ റെയ്ലിയും പിച്ച് സ്ട്രെച്ച് ചെയ്യും, സെൻട്രലി അവരൊരു ക്ലസ്റ്റർ ഫോം ചെയ്യും. ആൻഡ് ആസ് എ യൂണിറ്റ് അവർ മൂവ്, മെയിൻലി അവർ പലപ്പോഴും ലെഫ്റ്റ് ഹാൻഡ് സൈഡിലോട്ട് മൂവ് ചെയ്യുന്നതാണ്. അവിടെ ഒരു ക്ലസ്റ്റർ ഫോം ചെയ്തിട്ട് പെട്ടെന്ന് ചെർക്കിയിലോട്ടുള്ള ഒരു സ്വിച്ച് വരുന്ന സിനാരിയോസും നമ്മൾ കാണാം. സോ റയാൻ ചെർക്കി ഈ സീസണിൽ ലാസ്റ്റ് 5 ഗെയിംസിൽ സീസൺ സ്റ്റാർട്ടിന് ശേഷം ഇപ്പം നമ്മൾ നോക്കുവാണെങ്കിൽ
ഭയങ്കര കൺസിസ്റ്റൻ്റ് ആയിട്ടാണ് കളിക്കുന്നത്. ആൾ 18ഓളം ചാൻസുകളാണ് ക്രിയേറ്റ് ചെയ്തത്. ആൻഡ് ആൾ കഴിഞ്ഞ 5 കളികളിൽ നിന്ന് 1 ഗോളും 3 അസിസ്റ്റും ഉണ്ട്. സോ ഒരു ചാൻസ് ക്രിയേറ്റിംഗ് മെഷീൻ തന്നെയായി മാറിയിരിക്കുകയാണ് റയാൻ ചെർക്കി റീസെൻ്റ്ലി. ആൻഡ് ആളെ അവർക്ക് ഏറ്റവും കൂടുതൽ വേണ്ടവരാണ്, ആളെ ഏറ്റവും ഡേഞ്ചറസ് അവരാണ് ഹാഫ് സ്പേസസ് തന്നെയാണ്. അവിടെ ആളെ വരുത്താനായിട്ടുള്ള സിനാരിയോസ് അവർ നോക്കും. പക്ഷെ പലപ്പോഴും നമ്മൾ കാണാറുള്ള മറ്റൊരു സിനാരിയോ എന്നാന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ലാസ്റ്റ് ഗെയിമിൽ ടയാമി റൈൻഡേഴ്സ് ആണ് സ്റ്റാർട്ട് ചെയ്തത്. സോ ടയാമി റൈൻഡേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സിനാരിയോയിൽ ഇപ്പോൾ റയാൻ ചെർക്കി റൈറ്റിൽ ഫ്രീ ആയിട്ട് നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ റൈറ്റിൽ ഇൻവേർട്ട് ചെയ്ത് ഹാഫ് സ്പേസസിൽ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ഒരു ഓവർലാപ്പിംഗ് റൺ ഓപ്ഷനായിട്ട് മത്തേസ് ന്യൂസും ഒരു അണ്ടർലാപ്പിംഗ് റൺ ഓപ്ഷനായിട്ട് നമ്മൾ നോക്കാനായിട്ട് തന്നെ റൈൻഡേഴ്സും പ്രൊവൈഡ് ചെയ്യും. സോ അവർക്കിടയിൽ ഒരു ട്രയാങ്കിൾ പലപ്പോഴും ലാസ്റ്റ് 2 മാച്ചുകളിൽ ഫോം ചെയ്യുന്ന സിനാരിയോസ് നമ്മളുണ്ട്. എസ്പെഷ്യലി വെസ്റ്റ് മാച്ചിൽ അത് കൂടുതൽ ഡേഞ്ചേഴ്സ് ക്രിയേറ്റ് ചെയ്യും ഒഫൻസീവ്ലി. സോ ഡിഫെൻസീവ്ലി ഇഷ്യൂസ് ഉണ്ട്, അത് ഞാൻ പറയാം. ബട്ട് ഒഫൻസീവ്ലി ഇത് കൂടുതൽ ഡേഞ്ചറസ് സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഈ ഒരു കേസിനായി ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം മത്തേസ് ന്യൂസ് ആണ് തേർഡ് മാനായിട്ട് ഇവിടെ നിൽക്കുന്നു. ആൻഡ് സെൻട്രലി നിങ്ങൾക്ക് നോക്കാം അവിടെ ക്ലസ്റ്റേഴ്സ് ഫോം ചെയ്യുന്ന ഒരു സിനാരിയോ നിങ്ങൾക്ക് കാണാം ഈ ഒരു പിക്ചറിലോട്ട് വരുമ്പോൾ. ആൻഡ് മറ്റൊരു സിനാരിയോ ഞാൻ എടുത്തു പറയാനാണ് മറന്നുപോയത്. സിറ്റി ക്രോസുകൾ ബോക്സിലോട്ട് ഇടും, റയാൻ ചെർക്കിയിലോട്ട് എന്നിട്ട് ക്രോസുകൾ ബോക്സിലോട്ട് ഇടുമ്പോഴേക്കും റിയലി ഡേഞ്ചറസ് ആണ്. കാരണം നേരത്തെ ഹാളണ്ട് എന്നുള്ള ഒരു സിംഗിൾ ഫിഗറിൽ നിന്ന് ഇപ്പം നമ്പേഴ്സ് ഹാളണ്ട്, ബെർണാർഡോ സിൽവ, ഫോഡൻ, നിക്കോറലി എല്ലാവരും ബോക്സിലോട്ട് അറ്റാക്ക് ചെയ്യുന്നുണ്ട്. സോ നമ്പേഴ്സ് ബോക്സ് വേണമെന്നുള്ളൊരു സിനാരിയോ അവർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. സോ ആ ഒരു എക്സാമ്പിളിലോട്ട് നമ്മൾ വരുവാണെങ്കിൽ ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം സെൻട്രലി ക്ലസ്റ്റർ ഇവിടെ ഇങ്ങനെ ഫോം ചെയ്താണ്. സോ ഇവിടെ മത്തേസ് ന്യൂനസ് നമുക്ക് കാണാം തേർഡ് മാനായിട്ട് ആക്ട് ചെയ്യുന്നു. അവിടെ റൈറ്റിൽ ഫ്രീ ആയിട്ട് നിൽക്കുന്ന ആരാണ്? ചെർക്കി. അങ്ങോട്ടേക്കാണ് ബോൾ പോകുന്നത്. സോ ചെർക്കിയിലോട്ട് മത്തേസ് ന്യൂനസ് ത്രൂ ബോൾ പോവുകയാണ്. സോ ഈ ഒരു കേസ് സിനാരിയോയിൽ നിങ്ങൾക്ക് കാണാം റയാൻ ചെർക്കിയുടെ കാലിലോട്ട് ബോൾ കിട്ടുവാണ്. ഇവിടെയാണ് മൂവ്മെൻറ്റ്സ് കാണാം. ഫോഡൻ റൈറ്റിലോട്ട് വന്നു, ഇവിടെയാണ് ഒരു ക്ലസ്റ്റർ ഫോം ചെയ്യേണ്ടത്. സെൻട്രലി നമുക്ക് നോക്കാം റണ്ണേഴ്സ് റെഡി ആയിട്ട് നിൽക്കുവാണ്. മത്തേസ് ന്യൂനസ് ഹാഫ് സ്പേസിലൂടെ റൈൻഡേഴ്സ് റൺ നടത്തുന്നു. ഇവിടെ ചെർക്കി ബോക്സിലോട്ട് വന്നിട്ട് ക്രോസ് ഇടും. ഇതാണ് ഞാൻ പറഞ്ഞ സിനാരിയോ. റൈൻഡേഴ്സിനെ കാണാം, ബെർണാർഡോ സിൽവയെ കാണാം, അവിടെ എർലിംഗ് ഹാളണ്ടിനെ കാണാം, ഫിൽ ഫോഡനെ കാണാം. സോ ദേ ആർ ലുക്കിംഗ് ടു സ്കോർ ഗോൾസ്. ഇപ്പം നേരത്തെ വന്നിട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ ബാക്കിലോട്ട് പാസ് ചെയ്യുക, നമ്പേഴ്സ് ഇത് ചെയ്യുക, ഹാളണ്ട് മാത്രം ബോക്സിൽ. അതല്ല, ഇവിടെ നിങ്ങൾക്ക് കാണാം നമ്പേഴ്സ് ബോക്സിലുണ്ട്. ഗോ ഫോർ ദാറ്റ് ഗോൾ എന്നുള്ളൊരു സിനാരിയോ, കുറച്ചുകൂടെ ഡയറക്റ്റ് ആവാന്നുള്ളൊരു സിനാരിയോ നമ്മൾ ഇവിടെ മാഞ്ചസ്റ്റർ സിറ്റിയുടെ ഭാഗത്തുനിന്ന് കാണും. സോ ഇവിടെ അനദർ കേസ് സിനാരിയോ, ഇവിടെ ആൾ റൈറ്റ് ഹാൻഡ് സൈഡിൽ ഐസൊലേറ്റ് ആയി നിൽക്കുവാണ്. അങ്ങോട്ടേക്ക് ഇപ്പോൾ ലെഫ്റ്റിലായിരുന്നു ഇത്രയും നേരം കളി നടന്നത്, അവിടെ റൈറ്റിലോട്ട് ഒരു സ്വിച്ച് വരുവാണ്. സോ അവർക്ക് വേണ്ടത് ഇതാണ്, ഈ 1 vs 1 സിനാരിയോ എഗെയിൻസ്റ്റ് ആൻ ഒപ്പോണന്റ് ഡിഫൻഡർ റയാൻ ചെർക്കിക്ക് എഗെയിൻസ്റ്റ് ക്രിയേറ്റഡ് ആക്കണം. സോ റയാൻ ചെർക്കിയിലോട്ട് ബോൾ വരുന്നു. റയാൻ ചെർക്കിയുടെ ക്രോസ് ബോക്സിലോട്ട് വരുമ്പോൾ ഇവിടെ കാണാം 1 2 3 4 4ഓളം സിറ്റി പ്ലേയേഴ്സ് ആ ബോക്സിലുണ്ട് ക്രോസ് വിൻ ചെയ്യാനായിട്ട്. സോ ഇങ്ങനത്തെ പല സിനാരിയോസും നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ റയാൻ ചെർക്കി ത്രൂ ക്രിയേറ്റ് ചെയ്യാനായിട്ട് മാൻ സിറ്റി ശ്രമിക്കും. പലപ്പോഴും പുള്ളിനെ ഐസൊലേറ്റ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യിപ്പിക്കും. അനദർ ഒരു എക്സാമ്പിൾ, മാൻ സിറ്റി എങ്ങനെ സ്പേസുകൾ ഉണ്ടാക്കുന്നു, എങ്ങനെ മൂവ്മെൻറ്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നു, എങ്ങനെ ടെക്നിക്കലി ഇത്രയും അബിലിറ്റി ഉള്ള പ്ലേയേഴ്സ് ആൻഡ് ആ മാച്ചിൽ സ്പോണ്ടേനിയസ് ആയിട്ട് ഡിസിഷൻസ് എടുക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിളാണിത്. സോ നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ കാണാം റൂബൻ ഡിയാസിൻ്റെ കാലിലാണ് ബോൾ. ഇവിടെ മാഞ്ചസ്റ്റർ സിറ്റിയുടെ ഷേപ്പ് നിങ്ങൾ നോക്കുക, ഇവിടെ റൈൻഡേഴ്സിൻ്റെ പൊസിഷൻ നോക്കുക. ഇവിടെ റൈൻഡേഴ്സ് ആണ് ഏറ്റവും ത്രെട്ടനിങ് പൊസിഷനിൽ നിൽക്കുന്നത്. ഈ റൈൻഡേഴ്സിലോട്ട് ബോൾ ഡെലിവർ ആവണം. ഈ സ്പേസിൽ റൈൻഡേഴ്സിനോട് ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ഡിഫൻഡറിനെ നമുക്ക് കുറച്ച് ഔട്ട് ഓഫ് ഫോക്കസ്ഡ് ആക്കണം. സോ ഈ ഒരു കേസിനായാലും റൂബൻ ഡിയാസിൻ്റെ കാലോട്ട് ബോൾ വരുവാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം ബെർണാർഡോ സിൽവ, മത്തേസ് ന്യൂനസ്, റയാൻ ചെർക്കിയുടെ പൊസിഷനിങ്. മത്തേസ് ന്യൂനസ് ഇവിടെ നിൽക്കുകയാണ്. ഇവിടെ ഏറ്റവും ഡേഞ്ചറസ് ഈ ഒരു ഡിഫൻഡറിന് മത്തേസ് ന്യൂനസ് ഓർ റയാൻ ചെർക്കി. ഇതിലെ ഡേഞ്ചർ പ്ലെയർ ആരാണ്? റയാൻ ചെർക്കിയാണ്. സോ റയാൻ ചെർക്കിയിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാനുള്ള സിനാരിയോയാണ്. സോ ഇവിടെ റൂബൻ ഡിയാസിൻ്റെ കാലിലോട്ട് ബോൾ വരുന്ന ഈ ഒരു സിനാരിയോയിൽ നിങ്ങൾക്ക് കാണാം മത്തേസ് ന്യൂനസ് ഒരു റണ്ണ് നടത്തുന്നു. മത്തേസ് ന്യൂനസ് ഈ റണ്ണ് നടത്തുന്നു. ഈ ഒരു പ്ലെയർ പറയുന്നു ഓക്കെ ഹി നീഡ്സ് ടു ഫോക്കസ് ഓൺ ചെർക്കി. ഈ 2 പ്ലേയേഴ്സിനും ഇവർ രണ്ടുപേരും റിയലി പൂറാണ്. ശരിക്കും പെട്ടെന്ന് ഒരാളെയും ക്ലോസ് ഡൗൺ ചെയ്യണം. പക്ഷേ ഇവിടെ കൺഫ്യൂസ്ഡ് ആവും. ഇവിടെ മത്തേസ് ന്യൂനസിൻ്റെ ആ ഒരു റണ്ണിൽ ഏറ്റവും ബെനിഫിഷ്യൽ വരുന്ന റയാൻ ചെർക്കി. ദ പ്ലെയർ ഹു വാസ് ഡെസിൻ ടു മാർക്ക് റൈൻഡേഴ്സിനെ മാർക്ക് ചെയ്യേണ്ട ഈ ഒരു പ്ലെയർ കൺഫ്യൂസ്ഡ് ആവുകയാണ്. മത്തേസ് ന്യൂനസിൻ്റെ ഒരു റണ്ണ് വരുന്നു. സോ ഇങ്ങോട്ടേക്ക് ഒരു പാസ് പോവുകയാണെങ്കിൽ ഈ പ്ലെയറിന് ഈ ഡിഫൻഡറിന് ഇവിടെ വന്ന് എത്രയും പെട്ടെന്ന് മത്തേസ് ന്യൂനസിനെ ക്ലോസ് ഡൗൺ ചെയ്യണം. സോ ഇവിടെ റൈൻഡേഴ്സിലുള്ള ഫോക്കസ് ആൾക്ക് പോവുകയാണ്. സോ ഇവിടെ ചെർക്കി. സോ ഈ ഒരു കേസ് സിനാരിയോയിൽ മേ ബി മത്തേസ് ന്യൂനസിലോട്ട് ഒരു പാസിംഗ് ഓപ്ഷൻ ഉണ്ടായിരുന്നു, ഈ ഒരു പാസ് ഇടായിരുന്നു. പക്ഷേ ഇവിടെ നമുക്ക് കാണാം റയാൻ ചെർക്കിനെ ഇവരെ രണ്ടുപേരും ക്ലോസ് ഡൗൺ ചെയ്തിട്ടില്ല. ആ ഒരു പാസിംഗ് ഓപ്ഷനും ഉണ്ട്. സോ മേ ബി ഒരു 2-3 സെക്കൻഡ്സ് അവിടെയും സേവ് ചെയ്യാം. അവിടെ നേരെ റയാൻ ചെർക്കിയിലോട്ട് പാസ് ഇരുന്നാൽ റയാൻ ചെർക്കിനെ എത്രയും പെട്ടെന്ന് ക്ലോസ് ഡൗൺ ചെയ്യുന്നു. പക്ഷേ ഇവിടെയാണ് റയാൻ ചെർക്കിയൊക്കെ പോലത്തെ പ്ലേയേഴ്സിൻ്റെ ടെക്നിക്കൽ എബിലിറ്റി. അവിടെ ഇവരുടെ ഡിഫൻഡർ കൺഫ്യൂസ്ഡ് ആണ്, മത്തേസ് ന്യൂനസിലോട്ട് പോകണോ റൈൻഡേഴ്സിനെ ബ്ലോക്ക് ചെയ്യണം. സോ ആ ഒരു കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്തു. റയാൻ ചെർക്കിയിലോട്ട് ബോൾ വരുന്ന ഒരു സ്പ്ലിറ്റ് സെക്കൻഡ്, ഒരു 2 സെക്കൻഡിൽ ആ പാസ് റയാൻ ചെർക്കി ത്രൂ നേരെ ടേൺ ചെയ്യുന്നു. നേരെ നമ്മൾ നോക്കാനായിട്ടാണ് റൈൻഡേഴ്സിലോട്ട് വരുന്നു. ആൻഡ് റൈൻഡേഴ്സിൻ്റെ ഒരു സൂപ്പർ ടേൺ ആൻഡ് റൈൻഡേഴ്സ് എടുക്കുന്ന ഒരു ഷോട്ട് ഗോൾ കീപ്പർ സേവ് ചെയ്യണം. സോ ഈ ഒരു എക്സാമ്പിൾ നിങ്ങൾ കാണാം. അവരെ ഉണ്ടാക്കിയ ഷേപ്പ് മത്തേസ് ന്യൂനസിൻ്റെ ആ മൂവ്മെൻറ്റിലൂടെ അവർ കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. റയാൻ ചെർക്കി പോലത്തെ ടെക്നിക്കലി സ്കിൽഫുൾ ആയ പ്ലേയേഴ്സ് ഹു ക്യാൻ
ടേൺ ഇൻ 2 or 3 സെക്കൻഡ് ഒറ്റ സ്പ്ലിറ്റ് സെക്കൻഡ് ടേൺ ചെയ്യാൻ കപ്പാസിറ്റി ഉള്ളത്. സോ ബോൾ റിസീവ് ചെയ്ത് ടേൺ ചെയ്യാനായിട്ടുള്ള അബിലിറ്റി, ആ റൈൻഡേഴ്സിൻ്റെ അബിലിറ്റി നമ്മളവിടെ കണ്ടു. സോ ഇങ്ങനത്തെ സിറ്റുവേഷൻസ് സ്പോണ്ടേനിയസ്ലി അവർ ഇൻ മാച്ചിൽ ക്രിയേറ്റ് ചെയ്യാറുണ്ട്. സോ അത് കോച്ചിങ്ങിലൂടെ ഡെഫിനറ്റ്ലി പെപ് ഗാർഡിയോള ഇൻസ്റ്റിൽ ചെയ്യുന്ന ഒരു കാര്യമാണ്. കൂടാതെ പ്ലേയേഴ്സിൻ്റെ പ്രസൻസ് ഓഫ് മൈൻഡ് ഒരു വലിയ തിങ്ങാണ്. സോ നമ്മൾ 100% മാർക്ക് കൊടുക്കേണ്ട ഒരു കാര്യമാണ്. ആൻഡ് റയാൻ ചെർക്കിനെ കൂടുതൽ ഓപ്പറേറ്റ് ചെയ്യേണ്ട ഏരിയാസ് ഏതാണ്? സോ ഈ ഹാഫ് സ്പേസസിലോട് ഇപ്പോൾ അവർ സ്കോർ ചെയ്ത രണ്ടാമത്തെ ഗോൾ നമുക്ക് കാണാം. റയാൻ ചെർക്കി ഇൻവേർട്ട് ചെയ്ത ഹാഫ് സ്പേസസിലോട് വരുവാണ്. ഇവിടുന്ന് ഹാളണ്ട് പാസ് ചെയ്യുന്നു. ഹാളണ്ട് പ്രസൻസ് ഓഫ് മൈൻഡ് ടു പാസ് ഇറ്റ് ടു റൈൻഡേഴ്സ് വാസ് മേക്കിംഗ് ദാറ്റ് റൺ. അങ്ങനെയാണ് സെക്കൻഡ് ഗോൾ വരുന്നത്. സോ ഇങ്ങനത്തെ ടൈറ്റ് സ്പേസസിൽ ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് കപ്പാസിറ്റി ഉള്ള റൈൻഡേഴ്സ്, ഫോഡൻ, ഡോക്കു ടു ആൻ എക്സ്റ്റെൻറ്റ്, നിക്കോ റൈലി ഈസ് റിയലി ഗുഡ് അറ്റ് ദാറ്റ്. മത്തേസ് നുനസ് ഇസ് നോട്ട് ബാഡ്, ബട്ട് മത്തേസ് നുനസിൻ്റെ സ്ട്രെങ്ത് അതല്ല. ബട്ട് റയാൻ ചെർക്കിയൊക്കെ പോലത്തെ പ്ലേസ്, എസ്പെഷ്യലി ചെർക്കി ആൻഡ് ഫോഡനെ ഹാഫ് സ്പേസസിൽ ക്രിയേറ്റ് ചെയ്യുന്ന കെയോട്ടിസം ഇസ് ടു മച്ച്. അത് ഒപ്പോണൻസിനെ ഹാൻഡിൽ ചെയ്യാനായിട്ട് പലപ്പോഴും സ്ട്രഗിൾ ചെയ്യുന്നൊരു സിനാരിയോസ് ആണ് നമ്മൾ കാണുന്നത്. സോ ഈ ഒരു ടീമിൽ കുറച്ച് ഫ്ലോസും ഉണ്ട്, അത് എടുത്ത് പറയേണ്ട കാര്യമാണ്. പലപ്പോഴും ഇങ്ങനെ ക്ലസ്റ്റേഴ്സ് വെച്ച് അറ്റാക്ക് ചെയ്യാൻ പോകുമ്പോഴും ഫ്രണ്ടിൽ നമ്പേഴ്സ് പുഷ് ചെയ്യുമ്പോഴും ട്രാൻസിഷനിൽ വൾണറബിൾ ആണ്. ഇപ്പോൾ ഈ ഒരു കേസ് സിനാരിയോ കാണാം. ഇവിടെ ഒരു ട്രാൻസിഷൻ, സിറ്റി ബോൾ ലൂസ് ചെയ്യുന്നു, ക്ലിയർലി ധാരാളം ഓപ്പൺ സ്പേസുകളുണ്ട്, അങ്ങോട്ടേക്ക് ബോൾ വരുന്നു, ഫൈനൽ തേർഡിലോട്ട് വരുന്നു, ബോവൻ്റെ ഒരു ഷോട്ട് ജസ്റ്റ് വൈഡിലൂടെ പോകുന്ന ഒരു സിനാരിയോ നമ്മൾ കണ്ടു. ആൻഡ് അനദർ തിങ് എന്താണെന്ന് വെച്ചാൽ ജിജി ഡോണറൂമ പോലത്തെ ഒരു ടോപ്പ് ഗോൾ കീപ്പർ സൈനിങ് ആണ്. അതിലോട്ട് ഞാൻ കൂടുതൽ കിടക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഓൾറെഡി ജിജി ഡോണറോമയുടെ സ്റ്റോപ്പിംഗ് അബിലിറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം. അത് പലപ്പോഴും സിറ്റിനെ ഈ സീസൺ രക്ഷിച്ചിട്ടുണ്ട്. ആൻഡ് വീണ്ടും എല്ലാ മാച്ചിലും സിറ്റി ക്ലീൻ ഷീറ്റ് കീപ്പ് ചെയ്യുന്ന വൺ ഓഫ് ദ മെയിൻ റീസൺ ഡോണറൂമ തന്നെയാണ്. സോ ഈ ഒരു കേസിനായി നിങ്ങൾക്കാണ് ഇവർ പ്രസ് ചെയ്യാനായിട്ട് ക്ലസ്റ്ററായിട്ട് പോവാണ്, നമ്പേഴ്സ് കമ്മിറ്റ് ചെയ്ത് പ്രസ് ചെയ്യണം. പക്ഷേ ആ പ്രസ് ബീറ്റ് ചെയ്ത് വരുമ്പോഴേക്കും ധാരാളം സ്പേസ് അവിടെ ഉണ്ട്. പതിനെത്തോട്ട് വീണ്ടും നിങ്ങൾക്ക് കാണാം ബോവൻ്റെ തന്നെ ഷോട്ടാന്ന് തോന്നുന്നു, ഡോണറൂമ വീണ്ടും സേവ് ചെയ്യുകയാണ് ആ ഒരു സിനാരിയോയിൽ. സോ ആ ഒരു ക്ലസ്റ്റർ അല്ലെങ്കിൽ ഒരു നമ്പേഴ്സ് കമ്മിറ്റ് ചെയ്ത് അവർ ഫൈനൽ ഫേസിലോട്ട് എത്തുമ്പോൾ പ്രസ് ചെയ്യുമ്പോഴേക്കും ആ പ്രസ് ബീറ്റ് ചെയ്യാനായിട്ടുള്ള പ്ലേയേഴ്സ് ഒപ്പോണിൻ്റെ കയ്യിലുണ്ടെങ്കിൽ ദാറ്റ്സ് ആൻ ഇഷ്യൂ. അത് സിറ്റിയിലുണ്ട്. പക്ഷേ സിറ്റി റിസ്ക് എടുക്കും. ഗോയിങ് ഫോർവേഡ് അവരിപ്പോൾ നമ്പേഴ്സ് കമ്മിറ്റ് ചെയ്ത് തന്നെ റിസ്ക് എടുക്കുന്നുണ്ട്. ആ ഒരു ഫിലോസഫിയാണ്. ബട്ട് ഡിഫെൻസീവ്ലി ദേ ആർ നോട്ട് ബാഡ്. പക്ഷേ നമുക്കറിയാം എല്ലാത്തിനും ഒരു റിസ്ക് ഫോർ എ റിവാർഡ് എന്ന് പറയുന്ന ഒരു സിനാരിയോ ഉണ്ടല്ലോ. സോ ഒരു ചെറിയ റിസ്ക് അവർ എടുക്കുന്നുണ്ട്. ഒപ്പോണൻറ്റ് ഇഫ് ദേ ആർ ഗുഡ് ഇനഫ് ലെറ്റ് ദം ടെസ്റ്റസ് എന്നൊരു സിനാരിയോ ആണ്. ഡോണറൂമ പോലത്തെ ഒരു ടോപ്പ് ക്ലാസ് കീപ്പർ അവർക്കുള്ളത് ഹൈലി എന്താ പറയുക, സിറ്റിക്ക് ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ് ഈ ഒരു സീസണിലോട്ട് വരും. സോ സിറ്റിയുടെ ചെറിയ ഒന്ന് ടാക്ടിക്കൽ ട്വീറ്റ്സ് ജസ്റ്റ് ഒന്ന് പറയാനായിട്ടാണ് ഈ വീഡിയോയോട് ഉദ്ദേശിച്ചത്. സോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അതുവരേക്കും.